വെൽക്കം ടു വിങ്സ് ടു വിൻ എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ സെറ്റ് എക്സാമിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പം ഈ 2025 ഓഗസ്റ്റിൽ നമുക്കൊരു സെറ്റ് എക്സാം കഴിഞ്ഞു അല്ലേ? അതിൻ്റെ റിസൾട്ടൊക്കെ കഴിഞ്ഞ് നിങ്ങളിങ്ങനെ നിൽക്കുകയാണ്. നമുക്കറിയാം ഇനി വരുന്ന എച്ച് എസ് ടിക്ക് മുമ്പുള്ള ഒബ്വിയസ്ലി അവസാനത്തെ ഒരു സെറ്റ് എക്സാം ആയിരിക്കും ഇനി വരാൻ പോകുന്ന 2026 ജാനുവരിയിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന സെറ്റ് എക്സാം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ HSST എന്ന് പറയുന്നത് നമ്മുടെ അധ്യാപന മേഖലയിലുള്ളവരുടെയൊക്കെ ഒരു സ്വപ്നമാണ്. ആ സ്വപ്നത്തിലേക്കുള്ള ഒരു ഏറ്റവും വലിയൊരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. സോ നമ്മൾ എങ്ങനെയാണ് സെറ്റ് എക്സാമിനെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് സെറ്റ് എക്കണോമിക്സിനെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സെറ്റ് എക്കണോമിക്സ് എന്ന് പറയുന്നത് വാസ്റ്റ് ആയിട്ടുള്ളൊരു സിലബസാണ്. മെയിൻലി 4 യൂണിറ്റ്സ് ആണ് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് അതിനകത്ത് ഒരു വൈഡ് ആയിട്ടുള്ള ടോപ്പിക്സ് തന്നെ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരേണ്ടത്, അല്ലെങ്കിൽ ഒരു ആപ്റ്റായിട്ടുള്ള ഒരു മാർഗം, ഒരു സ്ട്രാറ്റജി എന്താണ് എന്നുള്ളതാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ നേരിടുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് സിലബസ് തന്നെയാണ്. ഏതൊരു പെർട്ടിക്കുലർ എക്സാമാണോ നമ്മൾ ക്രാക്ക് ചെയ്യാൻ പോകുന്നത്, ആ എക്സാമിൻ്റെ സിലബസിനെ നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിലൊന്ന് മനസ്സിലാക്കുക. ആദ്യം നിങ്ങളുടെ അടുത്ത് ആ സിലബസിൻ്റെ പ്രിൻ്റ് ഉണ്ടായിരിക്കണം. ഒരു സോഫ്റ്റ് കോപ്പിയോ ഒരു ഹാർഡ് കോപ്പിയോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എന്നിട്ട് എന്താണ് ആ സിലബസ് എന്നുള്ളത് നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കണം. സിലബസ് എത്ര യൂണിറ്റ്സ് വരുന്നു, ഓരോ യൂണിറ്റ്സിനകത്തും വരുന്ന സബ് ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാം. എന്നിട്ട് ഈ 4 യൂണിറ്റ്സിനകത്തും വരുന്ന സബ് ടോപ്പിക്സ് ഇവ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ പോവേണ്ടത് എങ്ങോട്ടാ? നിങ്ങൾ പോവേണ്ടത് PYQസിലേക്കാണ്. പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസിലേക്കാണ്. പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു 10 ഫേസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും നിങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. എന്നിട്ട് അത് നിങ്ങൾ നോക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? ജസ്റ്റ് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളതിന് വേണ്ടിയിട്ടല്ല. നേരെ മറിച്ച് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഏതൊക്കെ യൂണിറ്റ്സിൽ നിന്നും എത്രയൊക്കെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇമ്പോർട്ടൻ്റ് ഏരിയ കണ്ടെത്താൻ പറ്റും. ഓരോ യൂണിറ്റ്സിൻ്റെയും വെയിറ്റേജ് കണ്ടെത്താനായിട്ട് പറ്റും. അങ്ങനെ പല പല കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തിലൂടെ കിട്ടും? PYQസിലൂടെ കിട്ടും. അതുവഴി നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാന് കണ്ടെത്താൻ പറ്റും. അതായത് ഞാൻ എംഫസൈസ് ചെയ്യേണ്ടത് ഇന്ന ഏരിയക്കാണ് കൂടുതൽ പ്രാധാന്യം വരുന്നത്, അത് പഠിച്ചിട്ട് വേണം മറ്റൊരു ഏരിയയിലേക്ക് പോവാൻ. ഇനി മാത്രമല്ല, ഏതൊക്കെ ഏരിയാസിനെ നമ്മൾ ടച്ച് ചെയ്യേണ്ട, നമ്മളൊരു എക്സാമിനെ നേരിടുമ്പോൾ ഹാർഡ് വർക്ക് എന്നുള്ളതിനേക്കാൾ ഉപരി സ്മാർട്ട് വർക്കാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വരുന്നത് അല്ലേ? സ്മാർട്ട് വർക്ക് എന്ന് പറയുമ്പോൾ ആ സിലബസിനെ മൊത്തമായിട്ട് പഠിച്ചെടുക്കുക എന്നുള്ളതല്ല, ആ എക്സാമിന് ആപ്റ്റായിട്ടുള്ളത്, എക്സാമിന് അനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. ഈ സ്മാർട്ട് സ്റ്റഡി പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഏത് വഴിയാണ്? സിലബസ് മനസ്സിലാക്കി നമ്മൾ PYQസിലേക്ക് എത്തുമ്പോൾ നമുക്ക് ആ സ്മാർട്ട് സ്റ്റഡി പ്ലാൻ നമുക്ക് സ്വയം കിട്ടും. എന്നിട്ട് വേണം നമ്മൾ ഇന്ന കാര്യങ്ങൾ പഠിക്കണം, ഇന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമ്പർ വൈസായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. മാത്രമല്ല അതിൽ നിന്ന് നമുക്ക് കിട്ടും ഇന്ന ഏരിയാസിനെ നമ്മൾ ടച്ച് ചെയ്യേണ്ടതില്ല, ഇന്ന ഏരിയാസ് നമുക്ക് എംഫസൈസ് ചെയ്യേണ്ട, ഇമ്പോർട്ടൻ്റ് ഏരിയാസ് കഴിഞ്ഞതിന് ശേഷം സമയമുണ്ടെങ്കിൽ മാത്രം ടച്ച് ചെയ്താൽ മതി. അത്തരത്തിലുള്ള ഒരു ഏരിയാസൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടും. എന്നിട്ട് വേണം നിങ്ങൾ എന്തിലേക്ക് പോവാൻ? സ്റ്റഡി മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് പോവാൻ. കാരണം നമുക്കറിയാം നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഒക്ടോബറും കഴിഞ്ഞ് നവംബറിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത് അല്ലേ? നവംബർ, ഡിസംബർ, ജാനുവരി 2.5 മാസത്തോളം മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ അല്ലേ? 60 ഒരു മാക്സിമം പോയാൽ ഒരു 75 ദിവസം നമുക്ക് കിട്ടിയെന്നിരിക്കും. ഈ 75 ഡേയ്സിനകത്ത് വേണം നിങ്ങൾ എക്കണോമിക്സിൻ്റെ ഈ ഏരിയ, ഈ ഒരു വൈഡ് ആയിട്ടുള്ള ഏരിയനെ കവർ ചെയ്യാൻ അല്ല. അപ്പോൾ നമ്മൾ എന്ത് തന്നെ അവിടെ സ്വീകരിക്കണം? സ്മാർട്ട് വേ തന്നെ നമ്മൾ സ്വീകരിക്കണം. ഈ സ്മാർട്ട് സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് സിലബസ് മനസ്സിലാക്കി PYQസിലേക്ക് പോകുന്നതിലൂടെ കിട്ടും. എന്നിട്ട് വേണം നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽസിലേക്ക് പോകാൻ. ആദ്യം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ, ഇനി മൈക്രോ എക്കണോമിക്സിലെ കൺസ്യൂമർ ബിഹേവിയർ, അതിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു 4 ക്വസ്റ്റ്യൻസോളം എല്ലാ ഫേസിലും ചോദിച്ചു കാണുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അത് നിങ്ങൾ എംഫസൈസ് ചെയ്യേണ്ട ഒന്നാമത്തെ ഏരിയയാണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ സ്റ്റഡി മെറ്റീരിയലിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ആദ്യം പഠിച്ചിരിക്കേണ്ട ഏരിയ ഏതാണ്? കൺസ്യൂമർ ബിഹേവിയർ തന്നെയാണ്. കൺസ്യൂമർ ബിഹേവിയർ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ
പഠിച്ചെടുക്കുക. എന്നിട്ട് വേണം നെക്സ്റ്റ് ഏരിയയിലേക്ക് പോകാൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡിയെ എന്ത് ചെയ്യണം, ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുവരണം. ഒന്ന് ഓർഡർലി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു എക്സാമിനെ എന്ത് ചെയ്യണം, നേരിടണം. ഓക്കെ, അപ്പോൾ നമ്മുടെ വിങ്സ് ടു വിൻ എഡ്യൂക്കേഷനിൽ ഇങ്ങനെയാണ് നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. എങ്ങനെയാണ് സിലബസിനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി തരും. സിലബസ് നല്ല രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം PYQs നമ്മൾ അനലൈസ് ചെയ്യും. PYQ അനലൈസ് ചെയ്യാനായിട്ട് തന്നെ ഒരു ലൈവ് സെഷൻ നമ്മൾ വെക്കുന്നുണ്ട്. മാത്രമല്ല നല്ല കൃത്യമായിട്ടുള്ള റെക്കോർഡഡ് സെഷൻസ് സിലബസ് അനുസരിച്ച് നിങ്ങളിലേക്ക് തരും. അതിന് പുറമെ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് PDF രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് അയച്ചു തരും. മാത്രമല്ല നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറിങ്ങിനായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാകും. നിങ്ങൾക്ക് ചർച്ചകൾക്ക് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് മെൻറ്റേഴ്സിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺടാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ രീതിയിലൊക്കെയാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻസ് പോകുന്നത്. മാത്രമല്ല ഡെയിലി എക്സാംസ് ഉണ്ടായിരിക്കും, വീക്ക്ലി എക്സാംസ് ഉണ്ടായിരിക്കും, മോക്ക് ടെസ്റ്റസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇത്തരത്തിൽ ഒരു സിസ്റ്റമാറ്റിക് വേയിലൂടെ കൊണ്ടുപോകുന്ന വളരെ ചുരുങ്ങിയ ഫീലാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സെറ്റ് എക്സാമിനുള്ള പ്രിപ്പറേഷൻ തരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന സെറ്റ് എക്സാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ അതായത് ചീപ്പ് റേറ്റിൽ അപ്രോച്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് വിങ്സ് ടു വിൻ എഡ്യൂക്കേഷനിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. നല്ല രീതിയിൽ ഒരു സ്മാർട്ടസ്റ്റ് വേയിലൂടെ തന്നെ ഞങ്ങൾ എന്ത് ചെയ്യും, സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് ആപ്റ്റ് ചെയ്യുക. ഇനി സെറ്റ് എക്സാമുമായിട്ട്, സെറ്റ് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.